ഐ ആം ഷാഹിദ. ഞാൻ സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ടീച്ചറാണ്. എൻ്റെ നാട് കർണാടകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ 10 ഡേയ്സ് ഫ്രീ ക്ലാസ്സിന് എന്തെല്ലാം തിങ്സ് വേണം, ടൈലറിങ്ങിന് എന്തെല്ലാം തിങ്സ് വേണം എന്ന് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ടൈലറിങ് ടേപ്പാണ്. ഈ ടൈലറിങ് ടേപ്പ് ഇത് 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്. 1.5 മീറ്റർ ടേപ്പാണ്. ഇത് സെൻറ്റിമീറ്ററാണ്. ഈ സൈഡിൽ സെൻറ്റിമീറ്റർ എടുക്കുന്നത് ഈ മുകളിൽ നിന്ന്. ഈ സൈഡിൽ ഇഞ്ചാണ്. ഇഞ്ച് എടുക്കുന്നത് ഈ മുകളിൽ നിന്ന്. ഇവിടെ നിന്ന് എടുക്കുന്നത് ഇത് ഇഞ്ച് ടേപ്പാണ്. ഇത് 1.5 മീറ്ററിൻ്റെ ടേപ്പാണ്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് ത്രെഡാണ്. ത്രെഡ് ഇതുപോലത്തെ ഒരു ത്രെഡ്. മൂന്നാമതായിട്ട് വേണ്ടത് പിൻസ്. ഇത് പിന്നാണ്. പിന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയെന്ന് നമുക്ക് ഈ നമ്മുടെ ഫാബ്രിക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻസ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തിൽ പിൻസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ. മൂന്നാമതായിട്ട് നമുക്ക് സൂചിയാണ്. നാലാമതായിട്ട് സൂചിയാണ്. സൂചി പറഞ്ഞാൽ ഇത് ഹാൻഡ് സൂചിയാണ്. ഈ ഹാൻഡ് സൂചിയിൽ ഞങ്ങൾ ഹാൻഡിൽ ബേസിക്സ് എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഈ സൂചിയിൽ പഠിപ്പിക്കും. ഇതുപോലത്തെ ഒരു ഷർട്ട് ബട്ടൺസ്. ഇത് ഷർട്ട് ബട്ടൺസ് എങ്ങനെ വെക്കുന്നതെന്ന് ഇതും കാണിക്കും. പിന്നെ ഇതുപോലെ ഹുക്സ്, ഇതിന് പറയും ഹുക്സ്. ഇത് ബ്ലൗസിലെല്ലാം യൂസാവും. ബ്ലൗസ് ഉണ്ടല്ലേ, നമ്മൾ സാരി ബ്ലൗസ് ഉണ്ടല്ലേ, ഇതിലെല്ലാം വരുന്നതാണ് ഹുക്സ് ഇതിന് പറയുന്നത്. ഇതും എങ്ങനെ ഇടുന്നതെന്ന് ഇതും കാണിച്ചു തരാം ഞങ്ങൾക്ക്. പിന്നെ ചോക്കാണ്. ഇത് ചോക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സീസർ, കത്രിയാണ്. കത്രി നമുക്ക് ഈ എല്ലാ ടൈലറിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലേ, ഇതെല്ലാം നമ്മുടെ ബട്ടൺ ഷോപ്പ്, ഈ ത്രെഡ് ഹൗസ് ഇതുപോലത്തെ ഒരു ഷോപ്പിലെല്ലാം മേടിക്കാൻ പറ്റും. പിന്നെ ഓൺലൈനിലും മേടിക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു കത്രി വേണം. കത്രി പറഞ്ഞാൽ വീട്ടിലുള്ള കത്രി ഞങ്ങൾക്ക് ഫാബ്രിക് കട്ട് ചെയ്യാൻ, മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്യാനാവില്ല. ഇതുപോലത്തെ നല്ല പിടിക്കുന്ന കത്രി ആവണം. ഇല്ലെങ്കിൽ നമ്മുടെ കട്ടിങ് ചെയ്യുമ്പോൾ അത്ര നല്ല നീറ്റായിട്ട് വരുന്നില്ല. പിന്നെ വേണ്ടത് സ്കെയിൽ. ഇതുപോലത്തെ ഒരു സ്കെയിൽ വേണം. അപ്പോൾ ഞങ്ങൾക്ക് നീളായിട്ട് ഒരു ലൈൻസ് ഇടണമെങ്കിൽ, മാർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ലൈൻസ് ഇടാൻ വേണ്ടിയിട്ടല്ല ഇതുപോലത്തെ ഒരു സ്കെയിൽ വേണം. പിന്നെ ഇത് ഇത് കാണിക്കാം. ഇത് നമ്മുടെ മെഷീൻ സൂചിയാണ്. ഈ മെഷീൻ സൂചി നമുക്ക് മെഷീൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീനിൽ ഉപയോഗിക്കാനാണ്. ഇത് മെഷീൻ സൂചിയാണ്. അത് കൈ സൂചിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഇത്ര കാണിച്ചു. നെക്സ്റ്റ് നിങ്ങൾക്ക് മെഷീനിൻ്റെ ഏത് മെഷീൻ വേണം, ഏത് മെഷീൻ നിങ്ങൾക്ക് വാങ്ങിയാൽ ബെറ്ററാണ്. പിന്നെ കറണ്ടിൻ്റെ മെഷീനുണ്ട്, പിന്നെ കാലിൽ ചവിട്ടുന്ന മെഷീനുണ്ട്. ആ 2 മെഷീനിൻ്റെ ഡെമോ ആണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര ബേസിക്കായിട്ടുള്ള സാധനം ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.